ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും അമ്മയും കൂടെ ഒരു യാത്രയാണ് അല്ലേ. അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പം എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് കൂത്താട്ടുകുളത്താണ് കേട്ടോ. കൂത്താട്ടുകുളത്ത് നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് കാണാൻ പറ്റിയ ഒരു നല്ല കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഈ കാഴ്ചയ്ക്ക് പിന്നിൽ കുറേയധികം യാഥാർത്ഥ്യങ്ങളും കൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ FB, യൂട്യൂബ്, ഇൻസ്റ്റയിലൂടെയൊക്കെ കണ്ടിട്ടുള്ള പരിചയപ്പെട്ടുള്ള കിഴകൊമ്പ് കാവിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നവരും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴകൊമ്പ് കാവിലാണ് നിൽക്കുന്നത്. കിഴകൊമ്പ് പിന്മറ്റം എന്നല്ലേ പിന്മറ്റം എന്ന് പറയുന്ന കാവ് അല്ലേ. അപ്പോൾ ഇത് ഞങ്ങളിവിടെ വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലെല്ലാം വൈറലായിട്ടുള്ള ഒരു അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് വെള്ളം കയറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ കാണാനായിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ആയതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം വരുമ്പോഴത്തേക്കും മഴ പെയ്യുമ്പോഴത്തേക്കും കണ്ട് ഈ ഒരു തോട് നിറഞ്ഞ് കവിഞ്ഞ് ഇപ്പോൾ ഈ തോടും അമ്പലവും എല്ലാം കൂടെ ഒന്നിച്ചാണ് കിടക്കുന്നത്, കണ്ടില്ലേ. പക്ഷേങ്കിൽ ഇത്രയും വെള്ളം ഇല്ല, കുറച്ചും കൂടി ഈ തോട്ടിൽ വെള്ളം കുറയുമ്പോഴാണ് കാണാനായിട്ട് ഭയങ്കര ഭംഗി. അപ്പോൾ എന്നാ വെച്ചാൽ നമ്മളുടെ അമ്പലത്തിന് ചുറ്റും മാത്രം കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിന് ചുറ്റും മാത്രം വെള്ളം വരും. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കണ്ട ഒരു സങ്കടകരമായ കാഴ്ചയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള കിഴകൊമ്പ് കാവാണ് യൂട്യൂബേഴ്സ് എല്ലാം നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ കാണുന്നത് വളരെ സങ്കടകരമായ കിഴകൊമ്പ് കാവിൻ്റെ അവസ്ഥയാണ്. മനോഹരമായ വിഷ്വൽസ് നമ്മൾ യൂട്യൂബിലും FBയിലും ഇൻസ്റ്റയിലും ഒക്കെ കാണുമ്പോൾ നമുക്കും ഇവിടെ വന്ന് വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നപ്പോഴാണ് ഈ ദയനീയമായ കാഴ്ച കാണുന്നത്. ഈ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കകത്ത് പ്ലാസ്റ്റിക് മാലിന്യം മാത്രമൊന്നും അല്ലാട്ടുള്ള പലതരം മാലിന്യങ്ങളുണ്ട്. ഇതിനകത്ത് കള്ളുകുപ്പി, മിനറൽ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇനി പേര് പറയാൻ കഴിയാത്ത പലതരത്തിലുള്ള നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന വസ്തുക്കളും ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. അത് പവിത്രമായി ഇത്തരത്തിലുള്ള ഒരു ദേവാലയത്തിൻ്റെയൊക്കെ പരിസരത്ത്, അത് ഏത് വിശ്വാസത്തിൻ്റെ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള സ്ഥലത്തിലൂടെ പോകുന്നു നമ്മളൊന്ന് തിരിച്ചറിയണം. കാരണം എങ്കിലേ നമുക്ക് മനസ്സിലാവൂ നമ്മൾ വലിച്ചെറിയുന്ന ഓരോ ബോട്ടിലും ഇതുപോലെയുള്ള പ്രകൃതിയുടെ വരദാനമായിട്ടുള്ള പല സ്ഥലത്തെയും മലിനമാക്കാൻ കപ്പാസിറ്റിയുള്ള സാധനങ്ങളാണ്. അതുപോലെ ഈ തോട്ടിലൂടെ ഒഴുകി പോകുന്നതിന് അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനോട് ചേർന്ന് ഒത്തിരി പാടശേഖരങ്ങളുണ്ട്. അതിലേക്കൊക്കെയാണ് ഈ മാലിന്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി മറ്റൊന്ന്, ഇവിടെ ഇപ്പോൾ ഇത്രയും മഴ പെയ്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ന്യൂനമർദ്ദത്തിൻ്റെ ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്ത് ഈ വെള്ളം കുറച്ചുകൂടെ കൂടി ഈ പാലത്തിൽ ഓവർഫ്ലോ ചെയ്ത് പോകുന്ന സ്ഥിതിയിലേക്ക് വന്നാൽ ഇത്തരത്തിൽ തടഞ്ഞു നിൽക്കത്തില്ല ഈ ബോട്ടിലുകളൊക്കെ. അതല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞാലും, വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞാലും ഇത് ഇതുപോലെ തങ്ങി നിൽക്കത്തില്ല. ഇത് കറക്റ്റ് ആ ഒരു പാലത്തിൻ്റെ ആ ഒരു ലെവലിൽ വെള്ളം പോകുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ തങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന അമ്പലത്തിൻ്റെ മുന്നിലൂടെ ഈ ഒരു വെള്ളത്തിനൊപ്പം തന്നെ ഈ മാലിന്യങ്ങളും ഒഴുകിപ്പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ദോഷകരമായ കാര്യമാണിത്. മറ്റൊന്ന്, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്താണ് ഈ ഒരു അമ്പലത്തിൽ വെള്ളം കയറുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ള ഈ ഒരു കിഴകൊമ്പ് കാവിൽ വെള്ളം കയറുന്ന സമയം നിങ്ങൾ അന്വേഷിച്ചിട്ടും അറിഞ്ഞിട്ടും വേണം നിങ്ങൾ ഇവിടെ എത്താനായിട്ട്. അല്ല, നമ്മൾ ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗി, അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഭംഗി കിട്ടത്തില്ല. അതല്ല നോക്കുവാണെങ്കിൽ ഈ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം കയറി കിടക്കുമ്പോൾ മൊത്തം വെള്ളമാണ്, പക്ഷേ വെള്ളമില്ലാത്ത സമയത്തും ഇതിൻ്റെ ചുറ്റുപാട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ പ്ലാസ്റ്റിക് പിറക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ചെറിയൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, പക്ഷേ ഒപ്പം നമുക്കൊരു നന്മ കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത്രയും വേസ്റ്റാണ് ഇവിടെ കൂടി കിടക്കുന്നത്. ഇത് വാരിയെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണെങ്കിൽ എത്രമാത്രം മോശകരമായിരിക്കും. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയൊക്കെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കുന്നതിനുള്ള പദ്ധതികളുണ്ട്. ഇത് നിക്ഷേപിക്കുന്നതിനായിട്ട് ബോട്ടിൽ ബൂത്തുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. നമുക്ക് അതോടൊപ്പം നമ്മുടെ ഹരിതകർമ്മയുടെ ആൾക്കാരുണ്ട്. നമ്മുടെ മാലിന്യങ്ങൾ നമുക്ക് അവരിലൊക്കെ കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു തുച്ഛമായ തുക കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ആരും അത് മെനക്കെടാതെ നമ്മുടെ മാലിന്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം അല്ലാതെ വലിച്ചെറിയുമ്പോഴാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള പവിത്രമായ നമ്മുടെ സൗന്ദര്യം തിങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെ പോലും മലിനമാക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ നമ്മൾ കാണുമ്പോൾ നമ്മളൊന്ന് അറിയുക, ഇത്രയധികം ദോഷം ഇവിടെ വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയിലെ ഓരോ സ്ഥലത്തും എന്തെന്ത് പ്രശ്നങ്ങളാണ് നമ്മൾ ഈ വലിച്ചെറിയുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന്. മറ്റൊന്ന്, ഇവിടുത്തെ വെള്ളം കയറുന്ന സമയം നോക്കി വേണം നിങ്ങളിവിടെ എത്താനായിട്ട്. അപ്പോൾ നമുക്ക് ആ ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊന്നും. അപ്പോൾ ഇതാണ് നമ്മളുടെ ശശിയാണല്ലേ,
ശശിയേട്ടനാണ്. കിഴകൊമ്പിൽ തന്നെയാണ് വീട് അല്ലേ? കിഴകൊമ്പിലാണ്. അപ്പൊ ശശിയേട്ടൻ രാവിലെ തന്നെ വന്നിട്ട് നമുക്ക് ഒരു സാമൂഹ്യ നന്മ എന്നുള്ള രീതിയിലാണ് ഈ കാണുന്ന ഈ ബോട്ടിലുകളെല്ലാം പിറക്കി ചാക്കുകളിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയിട്ട് നമ്മുടെ നാടിന് എത്രയധികം, ഇതിപ്പോ കൃഷിയിടങ്ങളാണ് ഇതിലേട്ടാ, ഇത് പിറക്കി എടുക്കുന്നില്ലെങ്കിൽ ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? പിറവം ഭാഗത്തേക്ക് പോകും അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ പാടശേഖരങ്ങളുണ്ട് ഒത്തിരി, പിന്നെ പാടശേഖരമാണ്. അപ്പൊ ഇതിവിടെ തടഞ്ഞ് ഇപ്പൊ ഈ പാലം ഉള്ളതുകൊണ്ട് ഇവിടെ തടയുന്നു. കുറച്ചുകൂടി വെള്ളം പൊങ്ങിയാലോ ഇത് പോകും അങ്ങോട്ട്, അങ്ങ് പോകത്തുള്ളൂ അല്ലേ? അപ്പൊ ശശിയാണ് രാവിലെ എത്ര മണിയായിപ്പോ തുടങ്ങിയ പരിപാടി? നമുക്ക് ഇതിൻ്റെ ഒന്ന് ചെറിയൊരു വരുമാനം കിട്ടും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ഇവിടുന്ന് മാറി ഈ അമ്പലത്തിന് മുമ്പിൽ നിന്ന്, ശരിയല്ലേ? സത്യത്തിൽ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് നോക്കി ഇത്ര പവിത്രമായ ഒരു അമ്പലമാണ്, അതിന്റെ മുമ്പിലാണ് ഈ ആൾക്കാർ ഇതെല്ലാം വലിച്ചെറിയുന്ന സാധനങ്ങൾ വരുന്നത് അല്ലേ? ശരിക്കും നമുക്കിപ്പോൾ ടൗണിലൊക്കെ ഈ പ്ലാസ്റ്റിക് ഇടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ബോട്ടിൽ ഇടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരും ഇടുന്നുണ്ടോ? ആരും ഇടുന്നില്ല. ഇടുന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വരത്തില്ല ഇവിടെ അല്ലേ? നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ ആളുകൾ അമ്പലം പരിസരമൊക്കെ കാണാനായിട്ട് വന്നു. ഇവിടെ നിങ്ങൾക്ക് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ, അല്ലാത്ത സമയത്തും ഈ ഒരു പാലവും ഇരുവശങ്ങളിലുമുള്ള പാടശേഖരങ്ങളും അതിൻ്റെ സൈഡിലൂടെ ഒരു തോടും അമ്പലവും എല്ലാം കൂടെ കാണുമ്പോൾ ഉള്ള നല്ല മനോഹരമായൊരു നല്ലൊരു ഗ്രീനറി ഉള്ള നല്ലൊരു സീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയുള്ള സ്ഥലങ്ങളെയൊക്കെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വലിച്ചെറിയുന്നത് കൊണ്ട് നമ്മൾ പയ്യെ ഇതൊക്കെ ഇല്ലാണ്ടായി പോകും എന്നുള്ളൊരു അറിവും കൂടെ നമ്മൾക്ക് വേണം. കാരണം ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക സംരക്ഷിക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളും സൗന്ദര്യമൊക്കെയാണ് കേട്ടോ എന്താണേലും. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയും വെള്ളം കിടക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വെള്ളം കുറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും കിഴകൊമ്പ് കാവിലെ ഈ ഒരു മാലിന്യങ്ങൾ കിഴകൊമ്പുകാരോ അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടോ മാത്രം ഇടുന്ന മാലിന്യങ്ങളല്ല കേട്ടോ, പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നതാണ്. കിഴകൊമ്പ് കാവിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് പിറവം വഴിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറവം പുഴയിലെ ചില കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. അവിടെയും പുഴയിലൂടെ ഒഴുകി വരുന്ന മാലിന്യത്തിനും കുറവൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ വള്ളക്കാരൊക്കെ പോകുന്ന മാലിന്യം കളക്ട് ചെയ്യാനല്ല, അവർ തേങ്ങയും മാങ്ങയും അങ്ങനെ അവർക്ക് വേണ്ടുന്നതായ പല സാധനങ്ങളും പുഴയിൽ നിന്നും കളക്ട് ചെയ്യുന്ന കാഴ്ചയാണ്. പക്ഷെ അവർ പോകുന്നത് നോക്കിയ മാലിന്യ കൂമ്പാരത്തിന് നടുക്ക് കൂടിയാണ് പോകുന്നത്. ഇത്രയധികം മാലിന്യങ്ങൾ പുഴകളിലും വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കിഴകൊമ്പ് കാവിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ വെള്ളം നിറഞ്ഞ വെള്ളത്താൽ ചുറ്റപ്പെട്ട അമ്പലമായിട്ടാണ് അതിനെ പ്രസന്റ് ചെയ്യുന്നതെങ്കിലും അത്തരത്തിലല്ലാത്ത ഒരു വശം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട അമ്പലം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും ആ ഒരു മഴ സമയങ്ങളിലും അല്ലെങ്കിൽ ആ ഉറവയൊക്കെ വരുന്ന ആ ഒരു സീസണിലാണ് കാണാൻ കഴിയുന്നത്. അതിനൊരു ഭംഗി, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്നാൽ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയങ്ങളിൽ വരുമ്പോൾ ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റണം എന്നില്ല. അപ്പോഴും മറ്റൊരു പ്രത്യേകതയുള്ള എന്താ വെച്ചാൽ കിഴകൊമ്പ് കാവിന് മറ്റൊരു ഭംഗി കൂടിയുണ്ട്. വെള്ളമില്ലാത്ത സമയത്തും അതിൻ്റെ ചുറ്റുപാടുകളും അതിൻ്റെ പ്രകൃതിയും ഒക്കെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള യാത്ര ഒരിക്കലും നഷ്ടമല്ല. വെള്ളമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയായിരിക്കും കിഴകൊമ്പ് ക്ഷേത്രം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഇത് കിഴകൊമ്പിലെ വെള്ളമില്ലാത്ത സമയത്ത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള ഒരു ദൃശ്യമാണ്. ഈ ഒരു രീതിയിൽ ഈ ഒരു കൽക്കെട്ടിന് ചുറ്റുമാണ് വെള്ളം നിൽക്കുന്നത്. അവിടെ മാത്രം വെള്ളം നിൽക്കുമ്പോഴായിരിക്കും ഭംഗി. അപ്പോൾ നമുക്ക് ഇതിലൂടെയൊക്കെ നടന്നു വന്ന് ക്ഷേത്രം കാണാനും തൊഴാനും ഒക്കെ സാധിക്കും. അപ്പോൾ എല്ലാവരെയും നിങ്ങൾക്ക് ഫ്രീ ഉള്ളപ്പോൾ ഇവിടെ എത്തുക.